ഉണ്ടാവാറുള്ളത്. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കൊല്ലം എന്തുണ്ടാവും? ഭാര്യ ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കും. രണ്ടാം കൊല്ലത്തേക്ക് കടന്ന ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും. മൂന്നാമത്തെ കൊല്ലത്തേക്ക് കടന്ന ഭാര്യയും ഭർത്താവും കൂടി പറയുന്നത് നാട്ടുകാർ കേൾക്കൽ തുടങ്ങിയിട്ടുണ്ടാവും വക്കാണം കൊണ്ട്. ഇതാണ് ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ സത്യത്തിൽ കുടുംബജീവിതത്തിന്റെ കഥകൾ പറയാതിരിക്കാൻ നല്ലത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വീട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പെണ്ണാണ്, ആണവിടെ ഉണ്ടെന്നുള്ളൂ, പോയി നോക്കാൻ അങ്ങനെ മൂപ്പർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ആ പൊരയിൽ നാത്തൂൻ പോരുണ്ടാകും, ആ പൊരയിലെ അമ്മായിമ്മ പോരുണ്ടാകല്, ആ പൊരയിലുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായാലും ഇസ്ലാം പറഞ്ഞതാ പെണ്ണിരിക്കേണ്ടടുത്ത് പെണ്ണിരുന്നാ മതി എന്ന്. അതേ സമയത്ത് ആണുങ്ങൾ പെണ്ണിന് വഴിപ്പെടുന്ന കാലം വന്നാൽ നിങ്ങൾ തീക്കാറ്റ് പ്രതീക്ഷിക്കണേ എന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതും സത്യത്തിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണാണ്. പിന്നെ പറഞ്ഞതെന്താ? ഉമ്മാനെ വെറുപ്പിക്കണ മക്കള് വന്നു കഴിഞ്ഞാൽ, തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിശുദ്ധ റമദാനിലൊരു വാർത്ത നമ്മൾ വായിക്കേണ്ടി വന്നില്ലേ? പ്രിയപ്പെട്ടവരെ, എന്താ ചോറ് വേവ് കുറവാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം ഉമ്മയുടെ മോനാ 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ടാണ് ആ പെറ്റ തള്ളയെ അവൻ കൊന്നുകളഞ്ഞത്. നോക്കണേ നിങ്ങൾ, ഈ ചെറുപ്പക്കാരനെ കാത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ജഹന്നമാണ്. ഉമ്മാന്റെ കാൽച്ചോട്ടിലാണ് മക്കളെ സ്വർഗമുള്ളത്. എന്റെ സദസ്സിലുള്ള യുവാക്കളോട് ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉമ്മായുടെ കണ്ണുനീരിൽ നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായൊരു തുള്ളി കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെന്ന് ആദ്യം ചെയ്തിരിക്കേണ്ട പണി എന്താണെന്നറിയോ? ഉമ്മാന്റെ കാലിലേക്ക് അങ്ങ് വീണിട്ട്, പ്രിയപ്പെട്ട മക്കളെ, ഉമ്മായോട് പൊരുത്തം ചോദിച്ചോ. ഇവിടെ ഏത് തെറ്റൊരാൾ ചെയ്താലും, ദുനിയാവിൽ ഒരാൾ കള്ളുകുടിച്ച് ജീവിച്ചാലും, ദുനിയാവിൽ ഒരാൾ വ്യഭിചാരം ചെയ്ത് ജീവിച്ചാലും, ഒരാൾ ചീട്ട് കളിച്ചാലും, കൊലപാതകം നടത്തിയാലും, ഏതേത് തെമ്മാടിത്തരങ്ങൾ ചെയ്താലും അവർക്കൊക്കെയുള്ള ശിക്ഷണാണ് പരലോകത്താണ് പടച്ചടപ്പ് മാറ്റിവെച്ചിരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റിന് മാത്രമാ ദുനിയാവിൽ അല്ലാഹു ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ ശിക്ഷ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്നുള്ള തെറ്റാ. തൃശൂർ ജില്ലയിൽ നടന്നത് അത് ഒരു സംഭവമല്ല. നോമ്പ് നോറ്റൊരു ഉമ്മ, ആ ഉമ്മനെ ചോറ് വെന്തത് പോരാന്ന് പറഞ്ഞിട്ട് 10-30 വയസ്സുള്ള ചെക്കൻ, അതും മദ്യത്തിൽ, നിങ്ങൾ ആലോചിക്കണം, അതും മദ്യത്തിന്റെ ലഹരിയിൽ ഉമ്മയെ ചവിട്ടിക്കൊന്നു. ആ ചവിട്ട് കൊള്ളുന്ന സമയത്ത്, മോനെ ചവിട്ടല്ലടാന്ന് പറഞ്ഞ ഉമ്മ നിലവിളിച്ചത് ഈ പഹയൻ കേട്ടില്ല. നോക്കണം നിങ്ങൾ, തീക്കാറ്റ് വരുമോ ഇല്ലേ? അല്ലാഹുവിന്റെ റസൂല് എണ്ണിപ്പറഞ്ഞ അടയാളങ്ങൾ മുഴുവൻ നമ്മുടെ നാട്ടിൽ പുലർന്നുകൊണ്ടിരിക്കുക. എത്ര പാവപ്പെട്ട ഉമ്മമാരാ മക്കൾ കാരണമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയത്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാകട്ടെ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ജാഗ്രത. മക്കളെ നേരെ കണ്ണു മാത്രമല്ല അകക്കണ്ണുകൂടെ തുറന്നു പിടിച്ചുകൊണ്ട് മക്കളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തണം. അവർക്ക് ധർമ്മബോധം നൽകണം. അവരെ നല്ലവരോട് ചങ്ങാത്തം കൂട്ടണം. ചാരിയാൽ ചാരിയത് മണക്കും. അവരെ നല്ല കമ്പനിയിലേക്ക് ചേർത്തിക്കൊടുത്തില്ല എങ്കിൽ നാളെ വിരല് കടിക്കേണ്ടി വരും. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് തുറന്നു പറഞ്ഞു, വബർറ സ്വദീഖഹു, ഉമ്മാനെ വെറുപ്പിക്കുക, ചങ്ങാതിക്ക് ഗുണം ചെയ്യുക. ഇപ്പോൾ അങ്ങനെയാണ്, ചങ്ങാതിയാണ്. ഉമ്മ പറഞ്ഞു, മോനെ എന്റെ മരുന്ന് തീർന്നടാ, നാളെയാ ഹോസ്പിറ്റലിൽ പോകേണ്ടത്, നാളെയാളാ ഹോസ്പിറ്റലിൽ പോകേണ്ടത്. അല്ലെങ്കിൽ ബാപ്പ പറഞ്ഞു, ശ്വാസം മുട്ടിന്റെ അസുഖമുള്ള ബാപ്പ പറഞ്ഞു, മോനെ എന്റെ മരുന്ന് തീർന്നു, നാളെ ഞാൻ ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് പോകേണ്ടിയിരുന്നു. അപ്പോഴപ്പം പറയണത്, നാളെ നടക്കൂല, നാളെ എന്റെ ഫ്രണ്ട്സിന്റെ കല്യാണം, ഞാൻ അതിന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പഹയ, എന്റെ സ്വർഗം പോയി. ഫ്രണ്ട്സിന്റെ കല്യാണാണോ ഉപ്പാന്റെ രോഗാണോ വലുത്? നമ്മൾ ആലോചിച്ചു നോക്കണം. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ മരിച്ചുപോയാൽ ഗതി നരകത്തിലാണ്. ഓർമ്മയില്ലേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിന്റെ ഓരോ ചവിട്ടുപടിയും ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആമീൻ ആമീൻ എന്നിങ്ങനെ ആരുടെയോ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ആമീൻ പറയുന്നത് കേട്ട് സ്വഹാബത്ത് ചോദിച്ചു, എന്താ നബി, ആരുടെ പ്രാർത്ഥനക്കാണ് ആമീൻ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജിബ്രീൽ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആമീൻ പറഞ്ഞതാ. അതിലൊരു പ്രാർത്ഥന എന്താ? നിങ്ങള് പ്രായം ചെന്ന ബാപ്പി ഉമ്മ ഉണ്ടായിട്ട് ഒരാൾക്ക് സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ നശിച്ചു പോട്ടെ എന്നാ ജിബ്രീൽ പ്രാർത്ഥിച്ചു.
കാരണം സ്വർഗം കിട്ടേണ്ട രണ്ട് മുത്തുകളാ വാപ്പിയും നമ്മൾ ആലോചിക്കണം. നിസ്സാരപരമായ കാര്യങ്ങളുടെ പേരിൽ വാപ്പയോട് പിണങ്ങി നിൽക്കുന്ന മക്കളില്ലേ? സ്വർഗമില്ല, സ്വർഗമില്ല. നമ്മൾ ഏത് രാവിലെ ഉറക്കൊഴിച്ചിട്ടും കാര്യമില്ല. എത്ര രാവ് നേരം പോൾക്കോൾ ഉറക്കൊഴിച്ചിരുന്നിട്ട് പിന്നെ എത്ര നിക്കറല്ലിയിട്ടും കാര്യമില്ല. പെഞ്ഞും പൊരുത്തല്ലേ സ്വർഗമല്ല. ഈ സ്വർഗം കിട്ടണമെങ്കിൽ നിസ്കരിച്ചുകൊണ്ട് മാത്രമൊന്നും കിട്ടൂല. ആ സ്വർഗം കിട്ടാൻ കുറെ കടമ്പകളുണ്ട്, കുറെ കടമ്പ. നമ്മൾ ഇതൊക്കെ അറിഞ്ഞാലും നമ്മൾ ചെയ്യും. കുടുംബബന്ധം മുറിക്കുന്നോ സ്വർഗത്തിൽ നിന്ന് ചെറിയ മക്കളെ പോലും മദ്രസയിൽ പഠിപ്പിക്കുന്ന ഹദീസാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയും എത്ര കുടുംബങ്ങളിലാ ഇന്ന് അനൈക്യം നിലനിൽക്കുന്നത്? എന്തിന്റെ പേരിലാ കുടുംബങ്ങളിലൊക്കെ പ്രശ്നം? അനാവശ്യമായ ചില വിവാദങ്ങളാണ്, ചെറിയ ചില അതിരി പ്രശ്നങ്ങൾ. അയൽവാസിയായിട്ട് പ്രശ്നം, കുടുംബത്തിൽ പ്രശ്നം, ബാപ്പയും മോനും തമ്മിൽ എന്താ, ബാപ്പാന്റെ സ്വത്ത് ഓയിക്കുന്ന സമയത്ത് എന്തോ ചില അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതാ. അതിന്റെ പേരിൽ അപ്പനേറ്റ് ഇവൻ തെറ്റിയടക്കണം. നിങ്ങൾ ആലോചിച്ചു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വവ്യാപകമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ഈ റമദാൻ ഇതാ തൗബയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. റമദാൻ വിട പറയുന്നതിന് മുമ്പ് നമ്മൾ തൗബ ചെയ്യാൻ പോവുകയാണ്. തൗബ പടച്ചോ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇതൊക്കെ നമ്മൾ പിണക്കങ്ങളൊക്കെ തീർത്തിരിക്കണം, ഇടപാടുകളൊക്കെ നമ്മൾ തീർത്തിരിക്കണം. ചിലർക്ക് അയൽവാസിയോട് ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്താ അയൽവാസിയായിട്ടുള്ള പ്രശ്നം? എത്ര സ്ഥലത്താ വഴിപ്രശ്നങ്ങൾ അല്ലേ? വഴിപ്രശ്നങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. വഴിപ്രശ്നമൊക്കെ കാട് കയറിയിട്ട് കലാപങ്ങളിൽ എത്തുകയാണ്. ഞാൻ കുറച്ചു മുമ്പ് ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോ ഒരാൾ എന്നെ ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുപോയി. ആ ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുപോയപ്പോ ഇടങ്ങേറ് പിടിച്ചൊരു വഴി കൂടി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതല്ലാത്ത വഴിയില്ല? അപ്പൊ പറഞ്ഞു, ഇതന്നെ എന്റെ വഴി, എനിക്ക് വേറെ വഴിയില്ല. അപ്പൊ തൊട്ടടുത്തുണ്ട് വലിയൊരു പറമ്പ്. ഞാൻ ചോദിച്ചു, ഇന്ന് കുറച്ച് വാങ്ങിയാ പോരെ? അത് അയാൾ തരൂല. നോക്കിങ്ങള് എത്ര മുതലാളിമാർ അങ്ങനെയുള്ളവര്. ഒരു തുണ്ട് ഭൂമി ആണ് കൊടുക്കുന്നതോടുകൂടെ ഇയാളെ പൊരന്റെ തറ ഇളകുന്നില്ല. പക്ഷെ അഹങ്കാരം, ഈ മനുഷ്യന്റെ കബറാ മരിച്ചു തന്നാൽ എടുക്കപ്പെടുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഭൂമിയിൽ വിശാലത കാണിക്കാത്തവന്റെ കബർ എടുക്കപ്പെടുന്നല്ലേ ഹദീസിലുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ നന്നാകാനുള്ള മനസ്സ് നമുക്കൊക്കെ ഉണ്ടാകണം. പ്രത്യേകിച്ച് മാതാപിതാക്കളോടൊന്ന് പിണങ്ങി നിൽക്കാൻ തന്നെ പാടില്ല. ഉമ്മനോടൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മൾ കാരണമായിട്ട് ജീവിതത്തിൽ ഉമ്മാന്റെ മരണം വരെ ഉമ്മാക്ക് നമ്മൾ ഹിദ്മ ചെയ്താൽ ഉമ്മ തന്ന സ്നേഹത്തിന് പകരാകുമോ? ഉമ്മ തന്ന സ്നേഹത്തിന് പകരാകോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മൾ ഈ വലുപ്പത്തുന്നതിന് മുമ്പ് കുഞ്ഞു പ്രായം കഴിഞ്ഞു പോന്നിട്ടില്ലേ? നട്ടപ്പാതിര സമയത്ത് നമ്മൾ എണീറ്റു, കരഞ്ഞ് എണീറ്റു. ഉമ്മ അപ്പൊന്നും ഉറങ്ങിയതേ ഉള്ളൂ. ആ എണീറ്റ് നോക്കുന്ന സമയത്ത് നമ്മളാകെ മൂത്രത്തിൽ കുളിച്ച് കിടക്കുക, കാട്ടത്തിലാകെ പിന്നെ ഒന്നായിട്ട് കാട്ടത്തിൽ മുഴുകിക്കിടക്കുകയാണ്. ആ സമയത്ത് സ്നേഹത്തോടെ ഉമ്മ മുത്തം നൽകിയിട്ട് നമ്മളെ തൊട്ടിൽ നിന്നെടുത്തില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? എന്നിട്ടതാ നമ്മളെ കഴുകി വൃത്തിയാക്കി തന്നു. സ്നേഹത്തിന്റെ മുത്തം നൽകി, അമ്മിഞ്ഞ പാല് നൽകി, തൊട്ടിൽ മാറ്റിയിട്ട് പാതിരാക്ക് ഉമ്മ ഉറക്കൊഴിച്ചിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെ താരാട്ട് പാട്ടുപാടി ഉറങ്ങിയ പൊന്നുമ്മ എത്ര രാവുകളാ നമുക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ ഉറക്കമൊഴിച്ചത്. അതും പോരാ, നമ്മൾ ആലോചിക്കണം. ഇന്ന് വേദനയുടെ അളവുകോല്, ശാസ്ത്രത്തിന്റെ അളവുകോല് കൊണ്ട് വേദന തിട്ടപ്പെടുത്തുന്ന കാലമാണ്. 10 മാസം ഉമ്മ നമ്മളെ ഗർഭാശയത്തിൽ കൊണ്ടു നടന്നില്ലേ? ആ ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നപ്പോ ആ ഉമ്മ അനുവദിച്ച വേദന എത്രയാണെന്നറിയുമോ സുഹൃത്തുക്കളെ? ആധുനിക ശാസ്ത്രം പറയുന്നത് 20 മനുഷ്യരുടെ 20 എല്ലുകൾ മനുഷ്യ ശരീരത്തിലുള്ള 20 എല്ലുകൾ ഒന്നിച്ച് പൊട്ടിക്കുമ്പോഴുള്ള വേദനയാണ് ഒരു ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് അനുഭവിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മാക്ക് മരണം വരെ നമ്മൾ ഖിദ്മ ചെയ്താലും ആ ഉമ്മയോടുള്ള കടപ്പാടാകുമോ? ആ ഉമ്മാന്റെ നെഞ്ചത്ത് ചവിട്ടാൻ എങ്ങനെയാ മക്കൾക്ക് കഴിയുന്നത്? ആ ഉമ്മയെ പട്ടിണിക്കിടാൻ എങ്ങനെയാ മക്കൾക്ക് കഴിയുന്നത്? ആ ഉമ്മയെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയാക്കാൻ എങ്ങനെയാ മക്കൾക്ക് സാധിക്കുന്നത്?